പാലം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് നടന്നാൽ ഒരു കള്ളുഷാപ്പ് കാണാം. അവിടെ നിന്ന് രുചികരമായ ഭക്ഷണക്കൂട്ടിൻ്റെ മണങ്ങൾ കാറ്റത്ത് ഒഴുകിയെത്തും. കള്ളുഷാപ്പിൽ പോകുന്നവർ തിരികെ വരുന്നത് നാലുകാലിലാണ്. അവിടെ നിന്ന് മുന്നോട്ട് നടന്നു. അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് വീണ്ടും അവിടെ നിന്ന് നടന്നു. ഓടിട്ട വീടുകളും ഓലമേഞ്ഞ വീടുകളും അപൂർവം കോൺക്രീറ്റ് വീടുകളും കാണാൻ കഴിയും. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇടകലർന്ന് താമസിക്കുന്ന ഒരു പ്രദേശം. അവിടെ നിന്ന് മുന്നോട്ട് നടന്നാൽ ജന്മി വർഗത്തിൻ്റേതെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ നിർമ്മിച്ച ഒരു തറവാട് കാണാം. വീടിൻ്റെ മതിൽക്കെട്ടിന് മുകളിൽ കോവിലകം എന്ന പേര് എഴുതിവച്ചിരിക്കുന്നു. ഇവിടെയാണ് നമ്മുടെ കഥാനായിക അളകനന്ദ താമസിക്കുന്നത്. കോവിലകം തറവാട് പൂർവികന്മാരുടെ കാലം മുതലുള്ളതാണ്. കോവിലകം തറവാട് ഒരുപാട് ഫലവൃക്ഷാദികളാൽ സമ്പന്നമാണ്. ഞാവൽ, മുട്ടപ്പഴം, പ്ലാവ്, മാവ്, നെല്ലിമരം, ആത്തച്ചക്ക, പുളി, തെങ്ങ്, കശുമാവ്, കുടംപുളി, കൂവളം അങ്ങനെ നീളുന്നു. കോവിലകം തറവാട്ടിലെ കാരണവർ ഉജ്ജയാനന്ദൻ, ഭാര്യ ഇന്ദുമതി. ഇരുവർക്കും 5 മക്കളാണ് ഉള്ളത്. മൂത്തവർ ഗൗരി, രണ്ടാമത്തവൾ ലത, മൂന്നാമത്തവൻ അമൃതേശ്, നാലാമത്തവൾ കാലിക, അഞ്ചാമത്തവൾ മോഹിനി. എല്ലാ പെൺകുട്ടികളെയും കെട്ടിച്ചുവിട്ടു ദൂരത്തേക്ക്.